ഇന്ന് നമുക്ക് കുറച്ച് കക്ക കിട്ടിയിട്ടുണ്ട്. നമുക്കിന്ന് കക്ക തോരൻ ഉണ്ടാക്കാം. ഇത് കഴുകി നമ്മൾ വേറൊരു പാത്രത്തിലോട്ട് വെച്ചിട്ട് പുഴുങ്ങി ഇതെടുക്കുന്നത്. നമ്മളിത് പുഴുങ്ങാൻ വെച്ചു കേട്ടോ. ഇത് പുഴുങ്ങി പെറുക്കി എടുക്കുക ചെയ്യാറ്. ഞങ്ങൾ ഇവിടെ അങ്ങനെയാണ് ചെയ്യുന്നത്. ഓരോരുത്തരും അല്ലാതെ ഇങ്ങനെ ഇത് പൊളന്നൊക്കെ എടുക്കുന്ന ആളുകളുണ്ട്. പക്ഷെ ഞങ്ങളിവിടെ ഇങ്ങനെ പുഴുങ്ങിയിട്ടാണ് എടുക്കുന്നത്. നമ്മൾ പുഴുങ്ങാൻ വെച്ചത് നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. ഇളക്കി കൊടുക്കണം. ഇതിവിടെ റെഡി ആവുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് കൂടെ എൻ്റെ എനർജി ഡ്രിങ്ക് ഞാൻ കുടിക്കുന്നുമുണ്ട്. പപ്പ അതിൻ്റെ ഇടയ്ക്ക് കൂടെ പപ്പയ്ക്ക് ഈ കക്കയും ഇറച്ചിയും മീനും ഒന്നും പപ്പ കഴിക്കത്തില്ല. കഷായം കുടിക്കുന്നുണ്ട്. അപ്പം പപ്പ ചെറിയ തോരൻ വെപ്പിനുള്ള പരിപാടികളൊക്കെ നോക്കുക. നോക്കി സ്മൈൽ, നോക്കൂ, ഇങ്ങോട്ട് നോക്കിയേ. അപ്പോൾ കക്ക പെറുക്കി എടുക്കാൻ വേണ്ടി പോവാ. 2 പേര് വന്ന് ഇവിടെ ഇരിപ്പുണ്ട്. കക്ക എല്ലാം പെറുക്കാനായിട്ട് എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി വന്നവരാ. എനിക്ക് വേറെ കുറച്ച് പണിയുള്ളതുകൊണ്ട് ഞാൻ അതെടുക്കാൻ പോയപ്പോഴത്തേക്കും ഇടയ്ക്ക് അപ്പ വന്ന് കയറിയിട്ടുണ്ട്. അവരുടെ കൂടെ കക്ക പൊളിച്ചെല്ലാം എടുക്കാൻ വേണ്ടിയിട്ട്. ഇടയ്ക്ക് ഞാൻ പോയത് ഇത് റെഡിയാക്കാൻ വേണ്ടിയിട്ടാണ്. ചിക്കൻ കറിയും കൂടി വെക്കുന്നതുകൊണ്ടാണ് ഇടയ്ക്ക് ഞാൻ കക്ക പെറുക്കുന്നിടത്തുനിന്ന് പോകുന്നത്. കക്കയെല്ലാം പെറുക്കി ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് കഴുകി വൃത്തിയാക്കി എടുക്കണം. ചിക്കൻ കറി ഇവിടെ തിളയ്ക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് അക്കുമോൻ പാഷൻ ഫ്രൂട്ട് ഉണ്ട്, വെള്ളം ഉണ്ടാക്കിക്കൊണ്ട് തന്നു. കക്കയൊക്കെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ചെറിയ പിള്ളേർക്കുള്ള വെള്ളം അവനിവിടെ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. അങ്ങനെ ചിക്കൻ കറി സെറ്റായി. നമ്മൾ കക്ക കറി വെക്കാനാണ് പോയത്. കക്ക തോരൻ വയ്ക്കാൻ വേണ്ടിയാണ് പോയത്. അതിൻ്റെ ഇടയ്ക്ക് ഇത്രയും പണിയും കൂടെ നടക്കുന്നുണ്ട്. കക്ക റെഡി വെക്കാനുള്ള ചട്ടി അടുപ്പത്ത് വെച്ചു. ഞാൻ ഇവിടെ കുറച്ച് മസാല എടുത്ത് വെച്ചിട്ടുണ്ട്. മുളക് പൊടി, കുരുമുളക് പൊടി, ഗരം മസാല, മഞ്ഞൾപ്പൊടി. ലാസ്റ്റ് പെരുംജീരകത്തിൻ്റെ പൊടിയും കൂടെ നമ്മൾ ചേർക്കും കേട്ടോ. പിന്നെ കുറച്ച് ഉള്ളി അരിഞ്ഞത്, ഇഞ്ചി ചതച്ചത്, വെളുത്തുള്ളി ചതച്ചത്, പച്ചമുളക്, കറിവേപ്പില. ചട്ടി വെച്ചിട്ട് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അത് ചൂടായി വരാൻ നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി നമ്മൾ അതിലോട്ട് ഇഞ്ചി പേസ്റ്റ്, വെളുത്തുള്ളി ഇട്ട് കൊടുത്ത് അത് ഇളക്കി കൊടുക്കും. കുറച്ചൊന്ന് മൂക്കട്ടെ. ചെറുതായിട്ട് മൂത്ത് വരുന്നുണ്ട്. അപ്പം നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. നമുക്ക് ഇളക്കി കൊടുക്കാം. ഉള്ളി കുറച്ച് വാടി കഴിയുമ്പോൾ നമ്മൾ അതിൻ്റെ അകത്തോട്ട് കറിവേപ്പിലയും പച്ചമുളകും എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ രാവിലത്തെ കഴിക്കാനുള്ള അരിപ്പത്തിരിയും കോഴിക്കറിയുമായിട്ട് അക്കു പോകാൻ തുടങ്ങി. ഉള്ളിയൊക്കെ വഴണ്ട് വന്നതിൻ്റെ അകത്തോട്ട് നമ്മൾ കക്കയുടെ ഇറച്ചി ഇട്ട് കൊടുത്തു. നന്നായിട്ട് ഇളക്കി എടുക്കാം. അതിലോട്ട് നമുക്ക് മസാല ഇട്ട് കൊടുക്കാം. എല്ലാം മിക്സ് ചെയ്യും നന്നായിട്ട്. ഇതിൻ്റെ അകത്തൊക്കെ നമുക്ക് തേങ്ങ അരച്ചത് ഇട്ട് കൊടുക്കും. തേങ്ങ ഒന്ന് ചതച്ചെടുത്തത്, തേങ്ങയും പെരുംജീരകവും. അങ്ങനെ നമ്മുടെ തോരൻ റെഡി ആയിട്ടുണ്ട്.